ചെങ്ങാട്ടത്തിൽ കയറി അടുത്ത് കടവ് കടന്നിട്ട് പുള്ളിക്ക് കടന്നിട്ട് പിന്നെ പരുമല ആലന്തുരുത്തി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പരുമലയ്ക്ക് ഒരു മൈൽ ദൂരമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തിരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത് ഇപ്പോൾ ഇന്നിപ്പോൾ അന്നേക്ക് 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ വീട്ടിൽ ചെന്നു. അച്ഛാ അന്ന് ഈ പോകുന്ന വഴിക്ക് കാപ്പി കുടിക്കാനൊക്കെ എവിടെ കയറുന്നതായിട്ടൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് ചായക്കടയൊക്കെ ഉണ്ടോ? ചായക്കടയൊക്കെ ഉണ്ട്. ചിലപ്പോൾ എനിക്ക് അമ്മമാരെന്തെങ്കിലും പുതിയ കിട്ടിയാൽ പോകുന്നത് കാപ്പി കുടിക്കാനത്, അല്ലെങ്കിൽ കാപ്പി അങ്ങനെ ചായക്കടകളിൽ കയറി കുടിച്ചാൽ എങ്കിലും ചിലപ്പോൾ ആലന്തുരുത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കടയൊക്കെ ഉണ്ട്. തന്നെയാണ് അച്ഛനെ തന്നെയാണ് മറ്റുള്ളവരെ കുട്ടികളെ സിബ്ലിങ്സിനെ എല്ലാം കൊണ്ടുപോകുക. എല്ലാം കൊണ്ട് ഞങ്ങൾ അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി എന്ന് പറഞ്ഞാൽ വളരെ ഞങ്ങൾ ലുക്ക് ഫോർവേഡ് തരും. അവധി വരുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് അമ്മ വീട്ടിലോട്ട് പോകും. അമ്മോട്ട് പോയി ഞങ്ങൾ അവിടെ താമസിച്ച് അവിടെ ആറുണ്ടല്ലോ, ആറിൽ കുളിക്കാനായിട്ടൊക്കെ പറയും. കുളിക്കാനൊക്കെ ഇറങ്ങി നല്ല ഞങ്ങൾ നീന്തി കുളിച്ച് വളരെ അതുകൊണ്ട് അവിടെ എനിക്ക് ഇച്ചിരി തുഴയാണ്. പക്ഷേ അതിന് 2 നല്ല രസകരമായ സംഭവങ്ങൾ നടന്നു. അതായത് ഒരു പ്രാവശ്യം അവിടെ 6 തൊട്ട് മുന്നിലുണ്ട് വെള്ളം. അപ്പം അവിടെ ഈ മണൽ വാരൽ അന്ന് മണൽ വാരുണ്ടായിരുന്നു. അപ്പോൾ കുഴിയുണ്ട്, മണക്കുഴിയുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, ഞാനും എൻ്റെ അനിയൻ തമ്പിയും എൻ്റെ ഒരു കസിന് കുഞ്ഞിന്നാമയും ഞങ്ങൾ 3 പേരും കൂടെ കുളിക്കാൻ പോവാം. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് തല കുളിക്കരുത്, പനി പിടിക്കുമല്ലോ, അതുകൊണ്ട് തല പിടിക്കരുത്, നിങ്ങൾ ചുമ്മാ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ 2 പേരും തീരുമാനിച്ച് അവർ നടന്നു പോകാമെന്ന്. അവരങ്ങോട്ട് നടന്നു പോയി. ഞങ്ങൾ 3 പേരും നടന്നു പോകുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അനിയനെ കാണുന്നില്ല. അനിയനെ കാണുന്നില്ല. അവനെ അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ കുളിക്കുന്നു. അവൻ തല കുളിക്കുന്നു, മുങ്ങുകയും താഴുകയും ചെയ്യുന്നു. നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെ തല കുളിക്കരുതെന്നല്ലേടാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ആശാൻ മരണപ്പെടോ? അതെ, ആശാൻ മരണപ്പോൾ ആശാൻ തലത്ത് ഉടനെ എൻ്റെ കസിന് കുഞ്ഞിനാമ അവിടെ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. അവിടെ 2 പേരുടെ തല കുളിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ പങ്കപ്പാടാണ്. ഞാൻ കാലം കെട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു കുഴി. അപ്പോൾ ഞാൻ അവിടെ കാലൊടിച്ചു. കരയ്ക്കുന്ന ആളുകളോ 2 ഓടി വന്ന് 2 പേരും കൂടെ പൊക്കിയെടുത്ത് പോയി. അപ്പം പിന്നെ തലയിലൊക്കെ വെച്ച് കറക്കി വെള്ളമൊക്കെ കളയാൻ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറമ്പിലാണ് കൃഷിക്ക് പോയിരിക്കുക. ഗ്രാൻഡ് ഫാദർ കൃഷിക്ക് പോയിട്ട് പുള്ളി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന വഴിക്കേ കേട്ടു ഇങ്ങനെ പിള്ളേർ വെള്ളത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളി ചൂറുവടിയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ അവിടെ നിന്ന് പുള്ളി കയറി വന്നപ്പോഴത്തേക്ക് നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റേതെല്ലാം കിടപ്പാ. അപ്പോൾ എനിക്കിട്ട് 2-3 അടി. അപ്പോൾ അടി കിട്ടിയത് ഞാനും. അങ്ങനെ അതെ. പിന്നെ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. പിന്നെ വെള്ളത്തിൽ ഇറങ്ങും. പിന്നെ എനിക്ക് ഇച്ചിരി നീന്തൊക്കെ അറിയാം. ഒത്തിരി ദൂരം പതയ്ക്കാനൊക്കെ അറിയാം, പഠിച്ചു. ഇവിടെ അമേരിക്ക വന്നിട്ട് അതിനെന്തെങ്കിലും നീന്തൽ പഠിക്കുകയോ വല്ലതും ചെയ്തോ? സ്വിമ്മിങ്ങിലൊക്കെ ചെറുതായിട്ട്, ദൂരത്തൊന്നും പോകത്തില്ല. ചെറുതായിട്ടൊക്കെ പതച്ച് കിടക്കാണ്. വെള്ളത്തിൽ പെട്ടെന്ന് മുങ്ങി പോകത്തില്ല അങ്ങനെ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ വേറൊരു സന്ദർഭത്തിൽ ഞങ്ങളുടെ അമ്മ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിനെ കെട്ടിച്ചിരിക്കുന്നത്. വളഞ്ഞ വാരണക്കര. അവിടെ ചിലപ്പോൾ ഞങ്ങൾ അവിടെയും പോകുമല്ലോ. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കസിന് വളരെ ചെറുപ്പം, എന്നെ കാട്ടി 2-3 വയസ്സുള്ള ഉള്ളു. അപ്പോൾ ചെറുപ്പമാണ്. ഞാനിങ്ങനെ അവരുടെ വീടിൻ്റെ പ്രവേശിച്ച് ഇപ്പോൾ 6-നെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവൻ ഇറങ്ങി വന്നു. വെള്ളപ്പൊക്കമായിരുന്നു. ആശാനുണ്ടല്ലോ, വെള്ളത്തിലോട്ടങ്ങ് ചാടി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചേട്ടാ ഇവന് നീന്തൊക്കെ അറിയാമെന്ന്. അപ്പോഴത്തേക്ക് ഭയം വരുന്നില്ല, തിരിച്ചു തന്നില്ല. ഞാൻ ഉടനെ വിളിച്ച് എൻ്റെ അമ്മ ഓടിച്ചെന്ന് ഇനി എവിടെ തടഞ്ഞ് അവൻ വെള്ളപ്പൊക്കമായിരുന്നുണ്ട് ഇച്ചിരി. ഇപ്പം മരത്തിലാണ് തടഞ്ഞാണ്. അപ്പോൾ പുള്ളിക്കാരി ഓടിച്ചെന്ന് അവനെ പിടിച്ച് എടുത്ത് കളിച്ച് കയറ്റി. അങ്ങനെ വെള്ളത്തിൻ്റെ വലിയൊരു പ്രയാസം. അതെ. അപ്പോൾ അങ്ങനെ 2 സംഭവങ്ങൾ തന്നെ. ഈ യാത്രകളൊക്കെ കഴിഞ്ഞ് ഓരോ വർഷം ഇതുപോലെ അമ്മ വീട്ടിലൊക്കെ പോകും. പിന്നെ അച്ഛൻ ചങ്ങനാശ്ശേരിക്ക് കോളേജ് പഠിക്കാനൊക്കെ എവിടെയാണ് പോയത്? ഞാൻ കോളേജിൽ പോയത് പ്രീ ഡിഗ്രിക്ക് EC കോളേജിൽ ആലുവ. ദൂരം വിടാൻ കാര്യം? വിടാൻ കാര്യം എൻ്റെ
എക്സ്പെൻസീവ് അല്ലേ സാമ്പത്തികമൊക്കെ? എനിക്കൊരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയായിരുന്നു. ഓക്കെ ഓക്കെ. എനിക്കൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനായിരുന്നു അവിടെ സ്കൂളിലെ കുമ്പളാമ്പയിൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടി. അപ്പം പേരൻസ് പറഞ്ഞിട്ട് പ്രൊമോട്ട് 64 ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അപ്പോൾ 66 ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ്. കണക്കിന് നല്ല ഇതുണ്ടായിരുന്നേ പൊതുവെ. അച്ഛനപ്പം അന്നത്തെ ഇംഗ്ലീഷോ എന്തെങ്കിലും പ്രയാസമായിട്ട് തോന്നിയോ അവിടെ UC കോളേജ് ചെന്നപ്പം? സെക്കൻഡ് ലാംഗ്വേജ് വലിയ കുഴപ്പമൊന്നുമില്ല, പ്രയാസമില്ല. ശരി. അച്ഛൻ ഇഷ്ടപ്പെട്ട സബ്ജക്ട് കണക്ക് തന്നെയായിരുന്നു? ഇല്ലില്ല, എനിക്ക് നമ്മുടെ പേരൻസ് എൻ്റെ ഫാദറിൻ്റെ ഒരു ഇപ്പം ഞാൻ ഈ കൊച്ചിലായി ഒത്തിരി ഇലക്ട്രിസിറ്റി കൊണ്ടു, അത് ഒത്തിരി കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ എന്നെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു എൻ്റെ പേര്. ബാറ്ററി അല്ലേ ഉള്ളൂ, വീട്ടിൽ കറണ്ട് ഇല്ല? ഉണ്ടോ? കറണ്ട് ചിലക്കം റോഡ് വന്ന കാരണം ഉണ്ടാവും. അന്നില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ വന്നത് കറണ്ട്. ഞങ്ങൾ കൊച്ചിലൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ പലയിടത്തായിരുന്നു, ചിലയിടത്ത് കറണ്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഓരോ ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ഓൾ എൻ്റെ ഓരോ സർക്യൂട്ടൊക്കെ നോക്കി ബാറ്ററി വെച്ച് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന എവരിബഡി തോട്ട് ഐ വാസ് എഞ്ചിനീയർ ആയിട്ട് വന്നതാണ്. എനിക്കങ്ങനെ എഞ്ചിനീയർ ആകാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു പോയി. പിന്നെ ഞാൻ കെമിസ്ട്രി BSc കെമിസ്ട്രി എടുത്തു. അല്ല, ഞാൻ CMS കോളേജിലായിരുന്നു, കോട്ടയത്ത് വന്ന് CMS കോളേജ് പഠിച്ചു. 3 വർഷവും BSc കെമിസ്ട്രി. അതെ, BSc കെമിസ്ട്രി. സ്പോർട്സിലോ വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ സ്പോർട്സിൽ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. അതെങ്ങനെ ബാഡ്മിൻ്റൺ ഒരു ക്രേസ് വന്നു? അത് അതെ, ബാഡ്മിൻ്റനും ഷട്ടിൽ കോക്കും വോളിബോളും ഒക്കെ എൻ്റെയൊക്കെ കോളേജിലെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് വലിയ കളിക്കാനല്ലായിരുന്നെങ്കിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ UC കോളേജിൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പം രണ്ടാമത് CMS കോളേജ് വന്നപ്പോഴത്തേക്ക് എൻ്റെ മാവി പപ്പായുടെ പെങ്ങള് പള്ളത്തുണ്ട്. അപ്പോൾ ഞാൻ ബുക്കാന പള്ളത്ത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ CMS കോളേജ്. അപ്പോൾ പിന്നെ ഞാനും ഉണ്ട്, എൻ്റെ ബ്രദറുണ്ട്. രണ്ടുപേരും കൂടെ കോളേജ് വിടാനുള്ള സാമ്പത്തികം അച്ഛനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഡേ സ്കോളറായിട്ട് പള്ളത്ത് നിന്ന് അന്ന് പള്ളത്തുനിന്ന് ബസ് പിടിച്ച് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വരും. നടന്ന് പള്ളത്തുനിന്ന് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. അന്ന് ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ സിനിമയ്ക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അന്ന് 1-2 തിയേറ്ററൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങനെ പോകാറില്ല, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിലായില്ല. പൈസ ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ളത് ചെമ്മീൻ കാണാൻ. ചെമ്മീൻ ഇറങ്ങിയപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയ്ക്ക് വന്നപ്പോൾ അല്ലാതെ ഞങ്ങള് കാരണം ഒന്നാമത് പൈസയുടെ പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ചുമ്മാ പൈസ ആദ്യം തരത്തില്ല. അന്ന് 2 രൂപയൊക്കെ ആയിരിക്കും ഞങ്ങള്. അന്ന് ഈ കെമിസ്ട്രി പാടായിട്ട് തോന്നിയിരുന്നു ഇടയ്ക്ക് എങ്ങാണോ ഓർഗാനിക് കെമിസ്ട്രിയോ? എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ കെമിസ്ട്രി എടുത്തത് എന്തെങ്കിലും അതിൽ ആകാൻ വേണ്ടി ആയിരുന്നോ? ഫ്യൂച്ചർ എന്തെങ്കിലും? ഒന്നുമില്ല. അന്നത്തെ ഉദ്ദേശം പറഞ്ഞാൽ PSc കഴിഞ്ഞ് MSc പോയി ജോലിയായിട്ട് കോളേജ് പഠിപ്പിക്കുക എന്നുള്ള. ഞാൻ പോയില്ല, BSc കഴിഞ്ഞാൽ ഞാനിങ്ങ് പോന്നു, അമേരിക്ക പോന്നു. ഇവിടെ ഞാൻ പഠിക്കാനായിട്ടൊരു സ്കോളർഷിപ്പ് കിട്ടി. അച്ഛനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഈ ഒരു സ്റ്റഡിക്ക് അമേരിക്കയ്ക്ക് പോകണമെന്നുള്ളത് ഞാൻ BSc കഴിഞ്ഞ വർഷം MScക്ക് പോകാനായിട്ട് അപ്പം കേരളത്തിൽ സമരമായിരുന്നു ആ സമയത്ത്. അപ്പം വേറൊരു സ്റ്റേറ്റിൽ ഒരിടത്ത് അഡ്മിഷൻ കിട്ടി. അവിടെ ഇങ്ങനെ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എഞ്ചിനീയറിംഗ്, ആക്ച്വലി എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി. എഞ്ചിനീയറിംഗ് കിട്ടിയപ്പോൾ BSc കഴിഞ്ഞിട്ടായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇച്ചിരി ഇടിവായിരുന്നു. ഒരു ആളുകളുടെ ഒരു തൃപ്തിയില്ലാത്ത, പ്രോസ്പെക്റ്റ് ഇല്ലാത്ത പോലെ ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് പോയിട്ട് MScക്ക്. അപ്പം MScക്ക് അഡ്മിഷൻ കിട്ടി. ഈ
അവിടെ സമയം ഇച്ചിരി ഗ്യാപ്പുണ്ട്. ആ സമയത്ത് ഞാൻ അമേരിക്കയിലേക്ക് അപ്ലൈ ചെയ്തു. അമേരിക്ക അപ്ലൈ ചെയ്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മാസത്തിനകം എനിക്ക് എല്ലാം ശരിയായി. അന്ന് ഇന്റർവ്യൂവിന് ഏത് കോൺസുലേറ്റിലാണ് പോയത്? മദ്രാസിൽ. കാര്യമായിട്ടും ചോദിച്ചു. അപ്പോൾ അന്ന് എനിക്ക് ഒരു ദൈവത്തിൻ്റെ നടത്തിപ്പായിരുന്നു. അപ്ലൈ ചെയ്ത് ഉടനെ അഡ്മിഷൻ പേപ്പർ വന്നു, I-20 വന്നു. ഉടനെ എല്ലാം കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് തൊട്ട് 3 മാസത്തിനാണ് വിസ കിട്ടുന്നത്. ഉടനെ തന്നെ അച്ഛൻ ട്രാവൽ ചെയ്തു. ഉടനെ തന്നെ വീട്ടിൽ നിന്ന് എന്ത് പ്രിപ്പയർ ചെയ്താ പോകുന്നത് അമേരിക്കയ്ക്ക്? എത്ര നാൾ കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ എത്ര രൂപ? അങ്ങനൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് എനിവേ അവർ പൈസ ഒക്കെ ട്രാവലിനുണ്ട് 10,000 രൂപയോളം ഉണ്ടാക്കണമായിരുന്നു. 10,000 രൂപ ഉണ്ടാക്കണം. 10,000 ഇന്ത്യൻ രൂപ 10,000 രൂപ. എങ്ങനെ എൻ്റെ ഫാദർ അല്ല ടിക്കറ്റിന്. അപ്പോൾ അങ്ങനെ ഫാദർ അവിടെ നിന്ന് കടം മേടിച്ച് ഉണ്ടാക്കി. ആദ്യമായിട്ട് 20 years ആയി, 22 years ആയി. 21 ആയിട്ടില്ല. ബോംബെക്കാണോ ആദ്യം പോയത്? അല്ലല്ല, ചെന്നൈയിൽ നിന്ന് എങ്ങോട്ട് പോയി? ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ട്രെയിനിലായിരുന്നു പോയത്. കൊച്ചിയിൽ നിന്ന് ട്രെയിനിൽ മദ്രാസിൽ ചെന്നിട്ട് മദ്രാസിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് ചെയ്ത് തന്നെയാണ് മദ്രാസിനൊക്കെ പോയത്. അതെ തന്നെ പോയത്. മദ്രാസിൽ നിന്ന് BOACക്ക് ലണ്ടനിൽ ചെന്നു. ലണ്ടനിൽ നിന്ന് തന്നെ ന്യൂയോർക്ക് വന്നു. അന്ന് എന്തെങ്കിലും പേടിയോ ഭയോ ഉണ്ടായിരുന്നോ? അമേരിക്കയ്ക്ക് വരുമ്പോൾ എനിക്ക് ഇവിടെ ആൾക്കാർ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് 17ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച. അതേത് കാരണത്താല്? അതായത് അവിടുന്ന് കേരളത്തിൽ നിന്ന് ഞാൻ SCMൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെന്റ്. ഒരു മിഷണറി ഫീൽഡാണ്. സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെന്റിൽ ആയിരുന്നപ്പോൾ ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ട് ബാംഗ്ലൂർ വെച്ച്. അപ്പോൾ നാഷണൽ കോൺഫറൻസ് പോകാനായിട്ട് എന്നെ സെലക്ട് ചെയ്ത് ഞാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഇന്ത്യൻ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഒരെണ്ണം ഇൻഡോറിൽ നടത്തുന്നുണ്ട്, മധ്യപ്രദേശിൽ ഇൻഡോറിൽ. അപ്പോൾ അതിന് കേരള സ്റ്റേറ്റിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിന് പോകാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ ബാംഗ്ലൂർ ഒരാഴ്ച കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവർ ട്രെയിൻ നമ്മൾ ടിക്കറ്റ് ഒരു റീംബേഴ്സ് ചെയ്തില്ല, നമ്മൾ ചിലവർ പോകണം. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇൻഡോർക്ക് പോകാനായിട്ട്. അപ്പോൾ അവർ ബോംബെയിലൊരു പ്രൊഫസറുടെ അഡ്രസ്സ് അവിടെ ചെന്ന് ഞാനൊരു ബാംഗ്ലൂരിൽ നിന്ന് കയറി ബോംബെ ചെന്നു. ബോംബെയിൽ നിന്ന് ഒരു ദിവസം അവിടെ താമസിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ട്രെയിൻ ഡെറാഡൂൺ എക്സ്പ്രസ് ബോംബെ നിന്ന് കയറി ഇൻഡോർ ഡെറാഡൂൺ എക്സ്പ്രസ് അവിടെ ഇൻഡോറിൽ വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചില ആരെല്ലാം പരിചയപ്പെടുമ്പോൾ ഡൽഹിയിലും പോയി, ആഗ്രയിൽ പോയി, പിന്നെ ചെന്നൈ വന്നു. ചെന്നൈ നിന്ന് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു 3 മാസം പിന്നെ അപ്പോൾ എല്ലാം കൂടെ 500 രൂപ ചിലവുള്ളൂ. ഹിന്ദിയൊക്കെ ഹിന്ദിയൊക്കെ ഇച്ചിരൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് ഹിന്ദിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് അങ്ങ് സംസാരിച്ചു. അവിടെ അവർ പറയുന്നു ഹിന്ദുസ്ഥാനി ബോലോന്നേ അവർ പറയത്തില്ല, നമ്മൾ ഹിന്ദുസ്ഥാനി പോയി പോലോ. അപ്പോൾ ഞാനത് കുറച്ചൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് കലർത്തി. ഹിന്ദി അതിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്, അതുകൊണ്ട് ഇച്ചിരി ചില വേർഡ്സ് ഒക്കെ അറിയാം. ഇൻഡോർ ഇഷ്ടപ്പെട്ടിരുന്നു? ഇൻഡോർ 20 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അന്ന് അത് അതിൻ്റെ ക്യാമ്പിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ വർക്ക് ക്യാമ്പ് എന്നാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് പകല് നമ്മൾ അവിടെ ഏതെങ്കിലും ഓരോ കമ്പനിയിൽ ഓരോരുത്തരെ വിടും. ഞാനൊരു കമ്പനിയിൽ ഒരു പ്ലാന്റ് വിടുക. അപ്പോൾ ആ പ്ലാന്റിൽ നമ്മൾ ജോലിക്കാരെ അവർ ശമ്പളം തരും. ശമ്പളം ഡെയിലി വേജ് തരും. ആ വേജും കൊണ്ടാണ് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ഓഫീസിലും ക്ലറിക്കൽ ഒന്നുമില്ല, അങ്ങനെ ഹാർഡ് ലേബർ ഒന്നുമില്ല. ജസ്റ്റ് അപ്പോൾ ബേസിക്കലി വി ആർ ഇൻറ്ററാക്ടിങ് വിത്ത് പീപ്പിൾ. അപ്പോൾ അവിടുത്തെ ജോലിക്കാരുമായിട്ടുള്ള അവരുടെ പ്രോബ്ലം അവരുടെ മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഓരോരുത്തർ ഡിസ്കസ് ചെയ്യും. ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ പല കമ്പനിയിലാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആളുകൾ ജോലിക്കാരവിടെ ജോലി ചെയ്യുന്നത്, എന്താണ് അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ
അന്ന് ഏത് ഫാക്ടറി പോയതിന്റെ ഓർമ്മ വല്ലതും ഉണ്ടോ അച്ഛനെ? ഉണ്ട്. ഞാൻ ഫാക്ടറിയിൽ ഞാൻ പോയൊരു ഫാക്ടറിയിൽ ഈ കിണർ ഡ്രിൽ ചെയ്യുന്നൊരു ഫാക്ടറി കിഴക്കണതാണ്. അപ്പോൾ അന്ന് അവരോരോ ഹാർഡ് ലേബർ ജോബ് ആണല്ലോ. അത് ഹാർഡ് ലേബർ. അപ്പം നമ്മൾ അവരുടെ കൂടെ പോകുന്നു, കാണുന്നു, ചെയ്യുന്നു, എന്തോ അഭിപ്രായങ്ങൾ പറയുന്നു, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു. അവർക്ക് ഇൻഡോർ അച്ഛൻ ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിയൊക്കെ അല്ലേ അവിടുത്തെ ഫുഡ് വെജിറ്റേറിയൻ ആണല്ലോ. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതിൽ ടേസ്റ്റി ആയിട്ടോ കൂടെ താല്പര്യമുള്ളതായിട്ടോ എല്ലാം തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഇൻഡോറിലെ ആൾക്കാരെ പറ്റി അച്ഛൻ ഒരു അന്ന് കിട്ടിയ ധാരണ എന്തായിരുന്നു? മധ്യപ്രദേശ് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ. അന്നേ ചെറിയ ചെറിയ കമ്പനികൾ പലതുണ്ട് അവിടെ. ഇവർക്ക് ആൻസിലറീസ് യൂണിറ്റ്സ് ഒക്കെ. അതെ, ഒത്തിരി കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. ചെറിയ ചെറിയ കമ്പനികളാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ അവിടെ ജോലിക്കാർ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവർ മെല്ലെ പ്രയാസങ്ങൾ, ചിലപ്പോൾ സൂപ്പർവൈസർമാർ ജോലിക്കാരെ ബന്ധപ്പെടുത്തുന്ന പരിപാടികൾ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ ആത്മീയമായിട്ട് എന്തെങ്കിലും അവരിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയോ? ഇല്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓർക്കുന്നില്ല. അവിടെ ഒരു ഇഷ്യൂസ് അല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കാണുമായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്ത് കാണും. അന്ന് ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പിക്നിക്കിന് പോയി. പിക്നിക്ക് സ്ഥലത്ത് വണ്ടിയിൽ ഞങ്ങളിങ്ങനെ പോയിട്ട് ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കിൻ്റെ നടുക്ക് ഒരു പാറയുണ്ട്. അപ്പം നമ്മൾക്ക് നീന്തി അപ്പോൾ എനിക്ക് ചെറിയായിട്ട് നീന്തറിയാം. ഞാൻ നീന്തി അവിടെ ചെന്നു. ഇപ്പോൾ എല്ലാവരും കുറേ പേര് പറയുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നൊരു പയ്യനുണ്ട്, ഞങ്ങളുടെ വേലക്കാരനായിട്ട് വന്ന് സാധനങ്ങളൊക്കെ എടുക്കുകയും ഞങ്ങൾക്ക് ഇങ്ങനെ ചോറൊക്കെ വളം തരുകയൊക്കെ ചെയ്യുന്നൊരു പയ്യനുണ്ട്. ആ പയ്യന്, അപ്പോൾ അവരെല്ലാം ഇന്ത്യക്കാരാണ്. അവനെ ചുമ്മാ നിൽക്കുന്ന പിന്നെ എടുത്ത് വെള്ളത്തിലോട്ട് ചാടി. അവൻ്റെ ആഴം അറിയാൻ പറ്റായിരുന്നു. നീന്തൽ അറിയത്തില്ല. അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ എല്ലാവരും അവിടെ ദൂരമൊക്കെ മാറി നിൽക്കുക. ഞാൻ പറയാൻ നിൽക്കുക. അപ്പോൾ എനിക്ക് അവനെ പിടിക്കാനുള്ള ആരോഗ്യമില്ല. ഞാൻ പിന്നെ കുളിച്ച് കൂവി ആളുകളെല്ലാം വന്ന് ഇനി അവനെ രക്ഷിച്ചു. അതെ. അങ്ങനെ 3 പ്രാവശ്യം വെള്ളത്തിൻ്റെ എല്ലാവർക്കും ഒരു ഡേഞ്ചറസ്. കാരണം നമ്മൾ ആ ഒരു ആവശ്യത്തിൽ അങ്ങ് ചാടുകയും നമുക്കൊന്നും അത്ര എനിക്ക് അന്ന് ചാടാനുള്ള തോന്നിയില്ല. കാരണം ഞാൻ ചാടിക്കഴിഞ്ഞാൽ ഞാനും അവനും കൂടെ എക്സാക്ട്ലി അത് നമുക്ക് നീന്തൽ അറിയാൻ മേലാത്തവരാ പിടിക്കാൻ നോക്കരുതെന്നുള്ള അതിനൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ നോക്കാനൊരു ശക്തിയില്ല. അപ്പോൾ ഞാൻ എടുത്ത് ചാടി, അവനെ രക്ഷിക്കാൻ എടുത്ത് ചാടിയെങ്കിൽ കാരണം അതൊരു മരണപ്രളമാണ്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലെ നമ്മൾ കൂട്ടുകാരുമായിട്ടൊക്കെ പിക്നിക്കിനും ട്രിപ്പിനൊക്കെ പോകുമ്പോഴേ അവർ പറയും ജമ്പ് എന്നൊക്കെ പറയാം, നമ്മളങ്ങ് ചാടുവേ. അവർക്കറിയത്തില്ല, നമുക്ക് ഒട്ടും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ള കേരളത്തിൽ നിന്നല്ലേ, കേരളത്തിൽ നിന്നുള്ള പിള്ളേർക്കെല്ലാം നീന്തൽ അറിയാമെന്ന നോർത്ത് ഇന്ത്യക്കാർക്ക് ധാരണയും. പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ട്. സന്തോഷം. പിന്നെ അച്ഛാ പിന്നെ അത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഉടനെ വരികയായിരുന്നു. അമേരിക്കയ്ക്ക് ന്യൂയോർക്കിലാണ് വന്നത്. ന്യൂയോർക്കില്ല ഫ്ലൈറ്റ് വന്നത് ന്യൂയോർക്കിൽ. അവിടെ ആരെങ്കിലും റിസീവ് ചെയ്യാനോ ആർക്കെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിരുന്നോ? ഇല്ലില്ല. കോളേജിൽ നിന്ന് ആരെങ്കിലും? ഇല്ലില്ല. ന്യൂയോർക്ക് ടെന്നസിലായിരുന്നു എൻ്റെ സ്കൂള്. ടെന്നസി ഇവിടെ ചാറ്റ്നഗർ ഇവിടെ അടുത്താണല്ലോ. അതെ, അടുത്ത സ്റ്റേറ്റ്. അപ്പം ചാറ്റ്നഗർ എൻ്റെ ഫ്ലൈറ്റ് BOACയുടെ ഫ്ലൈറ്റ്, അന്ന് BOAC എന്നാണ് പറയുന്നത്, ബ്രിട്ടീഷ് എയർവേസിന്. ആ ഫ്ലൈറ്റ് കെനഡി വന്ന് ഇറങ്ങി. കെനഡിയിൽ നിന്ന് പിന്നെ ഒരു ഹെലികോപ്റ്റർ ഫ്ലൈറ്റിലാണ് ന്യൂയോർക്കിലോട്ട് വരുന്നത്. ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് അന്നത്തെ ഒരു പാസഞ്ചർ കണക്ഷൻ ഫ്ലൈറ്റ് ന്യൂയോർക്ക് വന്ന് ഇറങ്ങി. എനിക്കൊരു പണ്ടൊരു പെൻഫാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂയോർക്ക് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അഡ്രസ്സ് ന്യൂയോർക്ക് അവൻ്റെ. അപ്പോൾ ഞാനതിനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഓക്കെ ലീവ് വെരി ക്ലോസ് ദ എയർപോർട്ട്, സോ വെൽക്കം ദെയർ എന്ന് പറഞ്ഞ് ന്യൂയോർക്ക് വന്നു. അവൻ എന്നെ കുറച്ച് നേരം സിറ്റിയൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് രാവിലെ വന്നിട്ട് പിന്നെ വൈകുന്നേരം കണ്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരം ന്യൂയോർക്ക് സിറ്റി കൂടെ ഇന്ന് കറങ്ങിയെടുത്ത് തിരിച്ച് കൊണ്ടുവിട്ടു.
അന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് അച്ഛൻ്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും ഗ്രീൻ കാർഡ് പോലുള്ള എന്തെങ്കിലും തന്നോ? സ്റ്റുഡന്റ് വിസ സ്റ്റുഡന്റ് വിസ F1 വിസ. അതിന് എന്തെങ്കിലും ഡോക്യുമെന്റ് അച്ഛന് പോകണമായിരുന്നു ഇമിഗ്രേഷനിൽ പോയി? ഇമിഗ്രേഷൻ ഒന്നും വേണ്ട, നമ്മൾ എയർപോർട്ടിൽ തന്നെ ഒരു സ്റ്റാമ്പ് തരും. അന്ന് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് വല്ലതും തരുമായിരുന്നോ? അവിടെ ചേരത്തില്ല, പക്ഷെങ്കിൽ പിന്നീട് അപ്ലൈ പിന്നീട് അപ്ലൈ ചെയ്ത് നമ്മൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ അവിടുന്ന് പോയി. ഇപ്പോൾ അതിന് ഒരു രസകരമായ സംഭവം, ഞാൻ ആദ്യമായിട്ടായിരുന്നു അമേരിക്ക വരുന്നത്. നമുക്ക് അന്ന് ആ സമയത്ത് ഇങ്ങനെ അധികം പേരൊന്നും അമേരിക്ക വന്നിട്ടില്ല, നമുക്ക് അറിയാവുന്ന അധികം പേരില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് പോരുമ്പോൾ ആക്ച്വലി ഞാൻ ബാലൻസിലുണ്ടായിരുന്നുണ്ട്. അവർ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു പഠനം നടത്താൻ അമേരിക്കയിലേക്ക് മനോരമ കെയർ ഭൂരിപഠനം നടത്താൻ അമേരിക്കയിൽ പറഞ്ഞു. കാരണം ഇപ്പോഴാണ് അങ്ങനെ എടുത്തില്ലല്ലോ, കാരണം എവരി പേര് അപ്പം അന്ന് ആദ്യം പേരില്ലാതെ അപ്പം അങ്ങനെ സംഭവം നടന്നു. പിന്നെ അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ എന്തെങ്കിലും സ്റ്റഡീസിന്? ഇല്ല. കാരണം ബ്ലാക്സിനെ കണ്ടെന്തെങ്കിലും പ്രയാസം? അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്കറിയാൻ പറ്റും ഇവിടുത്തെ സ്നോ എന്ന് പറയാം, ക്ലൈമാറ്റിക് സിറ്റി എന്ന് പറയാം. അമേരിക്ക പോയാൽ കോട്ട് വേണമല്ലോ, ഒരു കോട്ട് ഞാൻ തയ്പ്പിച്ചു. ഞാൻ എൻ്റെ കെമിസ്ട്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാന് അമേരിക്ക വന്ന് പഠിച്ചതാണ്. പുള്ളി ഇവിടുന്ന് PhD എടുത്തതാണ്. അപ്പോൾ ഞാൻ പോരാൻ നേരത്തെ അപ്പോൾ പ്രൊഫസറെ കണ്ടിട്ട് പറയാം, ഞാൻ അമേരിക്കയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഓൾ ദ ക്ലോസ് ഞാൻ സ്റ്റിച്ച് ഒരു കോട്ട് ഞാൻ തയ്പ്പിച്ചു. പോരാ, കോൾഡ് ഗോയിങ് ഇൻ ജാനുവരി ഇറ്റ് ഈസ് കോൾഡ്. സോ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ അവിടെ കാണിച്ചെന്ന് മേടി, യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ അയാൾ പറഞ്ഞു, എൻ്റെ ഒരു കോട്ടിരിപ്പുണ്ട്, എൻ്റെ ഒരു കോട്ടുണ്ട്, അത് എനിക്ക് ഇവിടെ ആ കോട്ടിന് ആവശ്യമില്ല, അവിടെ നീ ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് എനിക്ക് അത് ഞാൻ അതും കൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ ന്യൂയോർക്ക് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ അല്ല വന്നപ്പോൾ ഭയങ്കര സ്നോ, അവിടെ സ്നോ ഉണ്ടായിരുന്നു. പിന്നെ സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ആ ചാറ്റനുകയിൽ ഞാൻ 1.5 വർഷം ഉണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാഷ്വിൽ വന്നു മാസ്റ്റേഴ്സ് എടുത്തു. ഇവിടെ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനായിരുന്നു. ഡയറക്റ്റായിട്ട് നമുക്ക് മാസ്റ്റേഴ്സ്. പിന്നെ ഞാൻ വന്നിറങ്ങിയാണ് നമുക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ ഒരു പട്ടി, പിന്നെ 2 ക്ലോസും കുട്ടികളും. അത് തന്നെ അവർ ഡോമിൽ എന്നെ ആക്കിയത്, ഡോമിലിട്ട്. അപ്പോൾ രാത്രിയിലായിരുന്നു, രാത്രിയിലാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ രാത്രി വിളിച്ചു പറഞ്ഞു, എന്നെ കോളേജിൽ നിന്ന് ഒരു വാൻ വന്നു എന്നെ കൊണ്ട് കോളേജിൽ കൊണ്ടിട്ട് അപ്പോൾ ഒരു ഡോമിലുള്ള റൂമിലോട്ട് എന്നെ കൊണ്ടാക്കി. അപ്പോൾ ഡാമിലൊക്കെ അപ്പോൾ എല്ലാം ഉറക്കമായി. അപ്പോൾ ഒരുത്തൻ എൻ്റെ റൂംമേറ്റ്, 2 പേര് റൂംമേറ്റുണ്ട്. അപ്പോൾ റൂംമേറ്റ് ഒരാൾ ചോദിച്ചു, ഡു യു ഹാവ് എ ബ്ലാങ്കറ്റ്? I said, I didn't know I had a blanket. All right, here is a blanket. For you. Don't I have a blanket. I have an extra blanket. You keep it in the blanket. I still have that blanket. Oh, 53 years. I still have that blanket with me. അത് ഒരു മെമ്മറിയാണ്. അത് ഇത്രയും ഡാമേജ് ആയില്ലല്ലോ, ഇത്രയും ഒന്നുണ്ട് ചെറിയ അന്ന് ഈ സ്ട്രീറ്റ്സ് ഒക്കെ ഇന്നത്തെ പോലുള്ള ഇത്രയും ട്രാഫിക് ഉണ്ടോ? അതോ ഇല്ല, വെരി ഫ്യൂ. എല്ലാവർക്കും കാറൊക്കെ ഉണ്ടായിരുന്നു അന്നും? വളരെ കുറവാണ്. പക്ഷെ ലോക്കൽ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട്. കാറുകളൊന്നും ഇത്രയൊന്നും ഇല്ല, ആവശ്യം മാത്രം. അത്രേ ഉള്ളൂ. അമേരിക്ക വന്ന ആദ്യം ഒരു സർപ്രൈസ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇവിടെ നാട്ടിലില്ലാത്തത് ഇവിടെ ഉള്ളതും, അല്ലെങ്കിൽ വൈ ദേ ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തെങ്കിലും സംഭവം തോന്നിയിട്ടുണ്ടോ? നമ്മളങ്ങ് യൂസ്ഡ് ആയ കണ്ടില്ല. നമ്മള് സർവൈവൽ എന്നുള്ളതാണ്. കൂടെ ഉള്ളവരുടെയൊക്കെ എഡ്യൂക്കേഷനോ അല്ലെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അച്ഛൻ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? അന്ന് ഇത്ര ഇന്ത്യൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഇന്ത്യൻസ് ഒന്നും ഇല്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അല്ലെ ദാറ്റ് ഈസ് എ നൈസ് ഗുഡ് ജസ്റ്റർ? ഇന്ത്യൻസ് അധികം പേരില്ല. ഞാൻ ചാറ്റനുക വന്നു കഴിഞ്ഞ്, ചാറ്റനുകയെ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ആക്ച്വലി എനിക്ക് വർക്ക് സ്കോളർഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കോളേജ് ക്യാമ്പസിൽ തന്നെ ലൈബ്രറിയിലും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ട്യൂഷൻ കവർ ചെയ്യും, ഫുഡും കവർ ചെയ്യും. എക്സ്ട്രാ ഒരു നയ പൈസ പോലില്ല. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന 8 ഓർഡറും കൊണ്ടായിരുന്നു. 8 ഓർഡർ ഇച്ചിരി വന്ന വഴിക്ക് ഇച്ചിരി കൊക്കക്കോളയാണ് കുടിച്ചത്. 20 സെൻറ്റേ ഉള്ളൂ കൊക്കക്കോള. അപ്പോൾ കുറച്ച് 8 ഓർഡർ കുറഞ്ഞു. വേറെ പൈസ നമുക്ക് ഒന്നുമില്ല.
അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം ഞാൻ ജാനുവരിയിലാണ് വരുന്നത്. ജാനുവരി തൊട്ട് സമ്മർ വരെ നമുക്ക് വർക്ക് ചെയ്യാനും ഒക്കത്തില്ല. സമ്മർ ആയപ്പോഴത്തേക്ക് ഓരോ കോളേജിൽ ഇങ്ങനെ ബോർഡിൽ വെറുതെ ഗ്രാസ് കട്ടിങ് അങ്ങനെ ഓരോ ജോലി. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം പോയി കിട്ടിയ ജോലി 10 രൂപയുടെ ഒരു ലോണല്ല, 10 രൂപ ലോൺ മോർ ഒരു വല്യമ്മയുടെ വീട്ടിലിട്ട് അവരെ വിളിച്ച് അവർ വന്ന് കൊണ്ടുപോയി 10 രൂപ ആയിരുന്നു ഒരു ദിവസം വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ അവർ കുറേ നാളായി കട്ട് ചെയ്ത വലിയ ഞാൻ ആദ്യം ഞാൻ അങ്ങ് അറിഞ്ഞ് പണത് അപ്പോൾ അവർ യുവർ വർക്കിംഗ് ലൈക്ക് എ ഡോഗ്. ഞാൻ വെച്ച ഇവർ $10 $2 കൂടുതൽ തരുമായിരിക്കും. അവർ ഇതെല്ലാം പറഞ്ഞ് ഞാൻ അവസാനം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞത് 10 രൂപ $10 എടുത്തത് $10 എടുത്തത്. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ഇൻകം. പിന്നെ ഞങ്ങൾ ഔട്ട്സൈഡ് ജോലി ചെയ്യാനായിട്ട് ഇപ്പോൾ ഫുൾ ടൈം സ്കൂളും ഫുൾ ടൈം വർക്കുമായിട്ട് ഞങ്ങൾ കുറച്ച്. അത് കഴിഞ്ഞ് അച്ഛൻ എന്നാ ഒരു സ്റ്റേബിൾ ആയെന്ന് തോന്നിയത്? അല്ലെ എനിക്കൊന്ന് ഇന്ത്യയിൽ പോകാൻ പറ്റുന്ന ഒരു സമയമായെന്ന്? ഇന്ത്യയിൽ പോകാൻ ഞാൻ 76 ആയപ്പോഴത്തേക്ക്. വന്നത് ഏത് വർഷമായിരുന്നു? 71. 6 വർഷം കഴിഞ്ഞപ്പോഴത്തേന് 6 വർഷം ആയില്ല, 6 വർഷം. ഓക്കെ, അപ്പോഴത്തേനൊന്ന് ഇന്ത്യ ഫോളോ ചെയ്തോട്ടെ. ഇന്ത്യ പോകണത് അതുവരെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ലെറ്ററും എന്തെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടോ നാട്ടിൽ? ആരെ വിളിക്കാൻ? എങ്ങനെ? ഫോണൊന്നുമില്ല, ഉള്ളിൽ പോകണമെന്നില്ല. കത്തെഴുതി. ഇപ്പോൾ കത്തെഴുതിയിട്ട് ഇവിടെ നമ്മൾ വരും, കത്ത് 2 ആഴ്ച കഴിഞ്ഞ് കത്ത് വരും. അങ്ങനെ കമ്മ്യൂണിക്കേഷനുകൾ. ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പോരുമ്പോൾ കിടപ്പായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ഗ്രാൻഡ് മദർ മരിച്ചു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നം കണ്ടു. ഗ്രാൻഡ് മദർ, ഞാൻ നാട്ടിൽ തിരിച്ചിരുന്നുണ്ട്, ഗ്രാൻഡ് മദറിൻ്റെ കട്ടിൽ empty ആയിട്ട് കിടക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിടത്തേക്ക് എഴുത്ത് വന്ന നാട്ടിൽ മരിച്ചത്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് ചെന്ന ആ വർഷം തന്നെ അച്ഛൻ കല്യാണം കഴിക്കുകയായിരുന്നു. ശരി, ആ ഒരു പർപ്പസോട് കൂടിയാ പോയത്. ബേസിക്കലി ഒന്ന് പോകണമെന്ന്. അതായത് ഇവിടെ ഒരാളെ കൊണ്ടുവരുന്ന അവർക്ക് ഇന്ന എഡ്യൂക്കേഷൻ ആയിരിക്കണമെന്നോ വല്ലതും അച്ഛനത് ഏതെങ്കിലും പ്രൊഫഷനുള്ള കേളായിരിക്കണമെന്നുള്ള ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വന്നു ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അവരും വീട്ടുകാരും കല്യാണങ്ങളെ പലയിടത്ത് ആലോചിച്ചു. നമുക്ക് അല്ല, ഈ നഴ്സിംഗ് പ്രൊഫഷനിലുള്ള ആൾക്കാരെ മാത്രം അങ്ങനായിരുന്നു. അങ്ങനെയുള്ള വിസായിട്ടാണ്. ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ വൈഫ് ഒരു ഡോക്ടറായിരുന്നു. ഓക്കെ, അങ്ങനെ. ഓ അത് ശരി, അമ്മ ഡോക്ടറാണ്. ഓ, അന്ന് നാട്ടില് MBBS വലിയൊരു MBBS. ഓക്കെ, ആ കാര്യം എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ പിന്നീട് പഠിക്കണമായിരുന്നോ? MBBS കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ECFM ചെയ്തൊരു എക്സാമിനേഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ റെസിഡൻസിക്ക് പോവാം. റെസിഡൻസി ഇവിടെ 2-3 ഡിപ്പെൻസ് പോൺ ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി. അതിൻ്റെ സ്പെഷ്യാലിറ്റി എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇനി അത് ഡോക്ടർ. ഏതിലായിരുന്നു അമ്മമ്മയുടെ? പീഡിയാട്രിക്സ്. ജനറൽ മെഡിസിൻ, സർജറിയിലൊന്നും അല്ല. അപ്പം പ്രൈവറ്റ് ക്ലിനിക് ആയിരുന്നോ അതോ ഹോസ്പിറ്റലായിരുന്നു? പുള്ളിക്കാരത്തി എമർജൻസി റൂമിലാണ് സ്പെഷ്യാലിറ്റി. പീഡിയാട്രി എമർജൻസി റൂമിൽ. അപ്പോൾ അവിടെ കിങ്സ് കൗണ്ടി ഹോസ്പിറ്റൽ എമർജൻസി റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. സർവീസിൽ അവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെയായിരുന്നു. ഓ അത് ശരി. ആസ് എ ഡോക്ടർ റിട്ടയർഡ് ഓർ ഹെഡ് ഓർ ഇല്ല, ഡോക്ടറായിട്ട് തന്നെ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് ഇടയ്ക്ക് കോവിഡിന് മുമ്പായിരുന്നു. കോവിഡിന് മുമ്പ് ഒരു വർഷത്തോളം ഈ പ്രൈവറ്റ് ക്ലിനിക്കിൽ വർക്ക് ചെയ്തു, എക്സ്ട്രാ സർവീസ്. അതിന് കോവിഡ് ആയപ്പോഴത്തേക്ക് അതങ്ങ് നിർത്തി, പിന്നീട് പോയിട്ടില്ല. പിന്നെ നൗ ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ. ഇപ്പം ഷീസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ. ഇപ്പം വീട്ടിലും കൃഷികൾ, വീടിൻ്റെ സ്ഥലത്ത് കൃഷികൾ അതൊക്കെ ചെയ്യും. നാട്ടിലും ചെയ്യുന്നുണ്ട്, പള്ളിയിലും ചെയ്യും. ഇങ്ങനെ കൃഷിയിൽ വളരെ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഷീസ് നോട്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ മെഡിക്കൽ ലൈനിൽ. റിട്ടയർ ചെയ്തു. അതെൻ്റെ ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫാദറിനെ കൊണ്ടുവന്നു. ഫാദർ മദർ വന്നു. അത് കഴിഞ്ഞിട്ട് അവർ സിറ്റിസണായി. അല്ല, അവർ ഇംഗ്ലണ്ടായി, പിന്നെ സിറ്റിസണായി.
അപ്പോൾ അവരാ ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 ബ്രദറും 1 സിസ്റ്ററും. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവരാനൊക്കെ പെട്ടെന്ന്. ഒരു ബ്രദർ ഡോക്ടറായിട്ട് തന്നെയാണ് വന്നത്. അതെ, നാട്ടിൽ നിന്ന് മെഡിസിൻ നാട്ടിൽ നിന്ന് വലിയൊരു കോട്ടയത്ത് MBBS കഴിഞ്ഞ് പിന്നെ വലിയൊരു മാസ്റ്റേഴ്സിന് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അവരെല്ലാം നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചൊക്കെ? എല്ലാം നാട്ടിൽ നിന്നല്ല. താങ്ക് യു. സിസ്റ്റർ തന്നെ കല്യാണം കഴിക്കാതെ വന്നത്. അതുകൊണ്ട് സിസ്റ്റർ അൺമാരീഡ് ആയതുകൊണ്ട് മാത്രം ഫയൽ ചെയ്തൊക്കെ വരാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോയി കല്യാണം കഴിച്ചത്. മറ്റേവരെല്ലാം നാട്ടിൽ കല്യാണം കഴിച്ചത്. നേരത്തെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇച്ചിരി താമസം അവർ വരാനായിട്ട്. ഓക്കെ ഓക്കെ. അച്ഛൻ ഇവിടെ ബേസിക്കലി പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എവിടെ ബേസിക്കലി ജോലി ചെയ്ത കൂടുതൽ സർവീസ് ചെയ്തത്? ന്യൂയോർക്കിൽ. ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. കെമിസ്ട്രി ആയിട്ടൊക്കെ തന്നെ? കെമിസ്ട്രി ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ടെക്നിക്കൽ ടൈപ്പ് റിസർച്ച് ആയിരുന്നു. കെമിസ്ട്രി കഴിഞ്ഞ് ബയോഫിസിക്സും ബയോകെമിസ്ട്രിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് തന്നെ ഞാൻ ഡോക്ടറേറ്റ് വർക്ക് ചെയ്തിരുന്നപ്പോഴാണ് ഒരു ജോലി കിട്ടിയത്. അങ്ങ് പോയി കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പം അമേരിക്കയിലോട്ട് വരുന്ന ഇമിഗ്രൻസിന് വളരെ കുറവാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം അമേരിക്കയെ പറ്റി. അല്ലെങ്കിൽ ഇവിടെ ഉള്ള പിള്ളേരെ ഏത് രീതിയിലുള്ള സ്റ്റഡീസ് ആണ് ബെറ്റർ ഫോർ ദ കരിയർ? IT കമ്പ്യൂട്ടർ റിലേറ്റഡ് അതിലാണ് ശ്രദ്ധിച്ച് വരേണ്ടത്. മെഡിക്കൽ ലൈനിൽ അച്ഛൻ ഏത് കോഴ്സിനോടാണ് ഏറ്റവും കൂടുതൽ? അപ്പാർട്ട് ഫ്രം നഴ്സിംഗ്, നഴ്സിംഗ് കഴിഞ്ഞാൽ which would be a better program for them, like nurse practitioner, physician assistant? എല്ലാത്തിനും സ്കോപ്പുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ റിക്വയർമെന്റ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. നമ്മളിവിടെ ചിലടത്ത് അഡീഷണൽ ട്രെയിനിങ് വേണം, അഡീഷണൽ കോഴ്സ് വർക്ക് വേണം, എക്സാമിനേഷൻ, എല്ലാത്തിനും എക്സാമിനേഷൻ ലൈസൻസ് വേണം. IT ഫീൽഡിലാണ് IT കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് ഈസിയാണ്. ഞാനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സമയം ദീർഘിച്ചതിനാൽ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ. താങ്ക് യു സോ മച്ച് അജയ, ഈ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. കറുകച്ചാലിൽ നിന്നൊരു വ്യക്തി ഈ ലെവലിലെത്തി ന്യൂയോർക്കിൽ ലൈഫ് സ്റ്റൈലാക്കിയതിൽ ഒത്തിരി കടപ്പെട്ടിരിക്കുന്ന സത്യത്തിൽ നിങ്ങളോടൊക്കെ നാട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.